എല്ലാ കൂട്ടുകാർക്കും ജെ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മലബാറിൻ്റെ ഒരു സ്പെഷ്യൽ സ്നാക്സായ ഏലാഞ്ചിയാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റും. നല്ല സോഫ്റ്റാണ് കഴിക്കാനായിട്ട്, നല്ല സ്വീറ്റ്സും ആണ്. ഇതിൽ ഞാനിവിടെ ഒരു ഫ്രൈ പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് എടുത്തിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. അതിന് ശേഷം നമുക്കതിലേക്ക് ഒന്ന് കാഷ്നട്ട് ഒന്ന് പൊട്ടിച്ചിട്ട് നമുക്കിടാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉണക്കമുന്തിരി ചേർക്കാം. അത് രണ്ടും കൂടിയിട്ടൊന്ന് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക. അതൊന്നൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ആ സെയിം നെയ്യിൽ തന്നെ നമുക്ക് ഒരു 1/2 കപ്പ് തേങ്ങ ഒന്ന് നന്നായിട്ട്, അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കുക. പിന്നെ 1 ടീസ്പൂണ് ഏലക്കപ്പൊടിയും 3 ടേബിൾ സ്പൂണ് ഷുഗറാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ നേരത്തെ വെച്ചതും കൂടി ഉണക്കമുന്തിരിയും കാഷ്നട്ടും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കാം. പിന്നെ നമുക്കൊരു ദോശ ബാറ്റർ തയ്യാറാക്കാനായിട്ട് 1 കോഴിമുട്ട എടുക്കുക. അത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തിട്ടെടുക്കാം. അത് ജസ്റ്റ് ഒരു ടീസ്പൂൺ വെച്ചിട്ട് വെച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ഏലക്കപ്പൊടി, 1 ഗ്ലാസ് മൈദ പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ആദ്യം മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് തരിയില്ലാണ്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് ശരിക്കൊരു നമുക്കൊരു മാവിനേലും കുറച്ചും കൂടി ലൂസായിട്ട് കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഒരു ഉപ്പ് കുറച്ച് മതി, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടിയിട്ട് നമുക്ക് നന്നായിട്ടത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അതിന് ശേഷം നമുക്കൊരു ദോശയുടെ ചട്ടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നന്നായിട്ട് പരത്തിയെടുക്കുക. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാവും. അധികം ഇങ്ങനെ ക്രിസ്പി ഒന്നും ആവേണ്ട ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ജസ്റ്റ് ഒരു പുറം നന്നായിട്ടൊന്ന് ഇതായിട്ട് വരുമ്പോൾ തന്നെ ജസ്റ്റ് നമുക്ക് വേഗം മറച്ചെടുക്കാം. മൈദ ചെയ്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും. ക്രിസ്പി ആക്കേണ്ട ആവശ്യമില്ല, കുറച്ച് സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കേണ്ടത്. അതിന് ശേഷം നമുക്കിതൊന്ന് ഇതിൽ ചൂടോട് കൂടിയിട്ട് തന്നെ വേണം നമുക്കിതിൻ്റെ ഫില്ലിങ് ഇതിലേക്ക് ചെയ്യാനായിട്ട്. അതാണ് കഴിക്കാനായിട്ട് ടേസ്റ്റ്. നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാൻ ടേസ്റ്റ്. തണുത്ത് കഴിഞ്ഞാൽ ഒന്ന് മൈദ ആയതുകൊണ്ട് പെട്ടെന്നൊന്ന് വലിയും. അതുകൊണ്ട് നമ്മൾ ദോശ ഉണ്ടാക്കി തന്നെ അപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഫില്ലിങ് അപ്പം തന്നെ അതിലേക്ക് നമുക്ക് ചേർത്ത് റോൾ ചെയ്തിട്ട് എടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും. ഇത് നമുക്ക് നല്ലൊരു സോഫ്റ്റും നല്ല സ്വീറ്റ്സ് ആയിട്ടാണ് കഴിക്കാൻ തോന്നുന്നത്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റും ചെയ്യും. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്തിട്ട് താഴെ അഭിപ്രായം പറയുക. താങ്ക് യു.